നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ന് എടുക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് LGS, VFA, ബെഫ്കോ LD ഡിഗ്രി ലെവൽ പരീക്ഷ, എല്ലാ പരീക്ഷകൾക്കും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 ഹോട്ട് ടോപ്പിക്സ് ആണ്. 5 ഹോട്ട് ടോപ്പിക്സിന്റെ ഡിസ്കഷൻ ആണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ യെസ് എന്നൊന്ന് കമന്റ് ചെയ്തേക്കാം. ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ ഇട്ട് തന്നേക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, പ്രിന്റ് എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ. നമ്മൾ മുന്നേ ഒക്കെ അപ്ലോഡ് ചെയ്ത ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. കമ്പനി LGS സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായാലും 100 ചോദ്യങ്ങൾ, സയൻസിന്റെ 100 ചോദ്യങ്ങൾ, അങ്ങനത്തെ ക്ലാസ്സുകളെല്ലാം ഞാൻ അതിനകത്തായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് അല്ലേ? ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് മൈൻഡ് റെഡി ആക്കി വെച്ചേക്കാം. ആദ്യത്തെ ടോപ്പിക് സിന്ധു നദീജല കരാർ. പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് ഒരുപാട് ഡിസ്കഷൻസ് വന്ന കരാറാണ് സിന്ധു നദീജല കരാർ. അതുകൊണ്ട് തന്നെ ഹോട്ട് ടോപ്പിക്കിൽ പെടുത്താൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് സിന്ധു നദീജല കരാർ. അപ്പൊ പഹൽഗാം ഭീകര ആക്രമണത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ 2025 ഏപ്രിൽ മാസം 22-ന് ഡേറ്റ് നോക്കുക. 2025 ഏപ്രിൽ മാസം 22-ന്, ഒരു വർഷം ആകാൻ പോവാണ് പഹൽഗാം ഭീകര ആക്രമണം നടന്നിട്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 സാധാരണക്കാരാണ് പാകിസ്ഥാന്റെ ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനുള്ള മറുപടി എന്നോണം 2025 മെയ് മാസം 7-ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേന സംയുക്തമായിട്ട് പാകിസ്ഥാന്റെ 9 കേന്ദ്രങ്ങൾ, പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 കേന്ദ്രങ്ങൾ, ഭീകര കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ് സെഷനിൽ. പിന്നെ അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ മാത്രമല്ല ഇന്ത്യ കൊടുത്ത മറുപടി, സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തലാക്കുകയും ചെയ്തു. എന്താണ് ഈ സിന്ധു നദീജല കരാർ? സിന്ധു നദീജല കരാർ 1960-ൽ ഒപ്പുവെച്ച കരാറാണ്. സിന്ധു നദിയിലെ ജലം ഇന്ത്യക്കും പാകിസ്ഥാനുമായിട്ട് ഡിവൈഡ് ആയി പോകുന്ന കരാറാണ് സിന്ധു നദീജല കരാർ. അപ്പൊ അതിലേക്ക് വരാം. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വർഷം 1960 സെപ്റ്റംബർ മാസം 19. 1960 സെപ്റ്റംബർ മാസം 19-നാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. അപ്പൊ ആരൊക്കെയാണ് ഈ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അയൂബ് ഖാനും ചേർന്നിട്ടാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്. ആരെല്ലാം ചേർന്നിട്ടാണ്? ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയൂബ് ഖാനും. ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയൂബ് ഖാനും ചേർന്നിട്ടാണ് സിന്ധു നദീജല കരാറിൽ 1960 സെപ്റ്റംബർ മാസം 19-ന് ഒപ്പുവെച്ചത്. ഈ കരാറാണ് 2025-ൽ പാകിസ്ഥാന്റെ കയ്യിലിരിപ്പ് കാരണം തന്നെയാണ് ഇന്ത്യ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു വെച്ചേക്കുവാണ്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്ക് ആണെന്ന് ഓർക്കുക. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്ക്. അപ്പൊ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് റിവൈസ് ചെയ്തേ. 1960 സെപ്റ്റംബർ മാസം 19 ഇന്ത്യ പാകിസ്ഥാൻ ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റു, മുഹമ്മദ് അയൂബ് ഖാൻ. കരാറിൽ മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്ക്. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇപ്പോ വിഷു ഓഫർ നടക്കുവാണേ. വിഷു വരെ ഉള്ളൂ ഓഫർ. അതായത് ഏപ്രിൽ മാസം 15-ാം തീയതി രാത്രി 12 മണി വരെ ഉള്ളൂ ഓഫർ. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ എല്ലാ കോഴ്സുകൾക്കും 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. വിഷു എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ആപ്പില് LGS ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ, പ്രിലിംസ് ആൻഡ് മെയിൻസ് വരെയുള്ള കോച്ചിങ് അവൈലബിൾ ആണ്. യൂണിഫോം ജോബിന്റെ എല്ലാ കോഴ്സുകളും ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സ് ഒള്ളി ബാച്ച്, യൂണിഫോം ജോബിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒള്ളി ബാച്ച് വേണമെങ്കിൽ അതുകൊണ്ട്, ഫുൾ സിലബസ് കവറേജ് ബാച്ച് ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക് വേണമെങ്കിൽ അതുകൊണ്ട്. എല്ലാ ബാച്ചും അവൈലബിൾ ആണ്. നിങ്ങൾ കയറി ചെക്ക് ചെയ്തോളാം. ഏത് ബാച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഇപ്പോൾ 10% ഓഫ് ഉണ്ടായിരിക്കും. അപ്പൊ ലിമിറ്റഡ് ടൈം ഓഫർ ആണ്. എത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. നമ്മുടെ പുതിയ LDC LGS ബാച്ചിലേക്ക് അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോ കുറച്ചും കൂടെ സീറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലിമിറ്റഡ് ടൈം ഓഫർ ആണ്. ഈ ഓഫറിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പുതിയ LDC LGS ബാച്ച് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ഞാൻ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അപ്പോ സെറ്റ് അല്ലേ? നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ക്ലാസ് കണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി സിന്ധു നദീജല കരാറിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, സിന്ധു നദീജല കരാറ് പ്രകാരം ഏതൊക്കെ നദികളിൽ നിന്നുള്ള ജലത്തിനാണ് ഇന്ത്യക്ക് അവകാശം ലഭിച്ചത്? സത്ലജ്, ബിയാസ്, രവി. സത്ലജ്, ബിയാസ്, രവി എന്നീ നദികളിലെ ജലം ആർക്ക് അവകാശപ്പെട്ടത്? ഇന്ത്യക്ക് അവകാശപ്പെട്ടത്. അതായത് ഈ സിന്ധു നദീജല വ്യവസ്ഥയിലെ 20% ജലം മാത്രമേ ആർക്കുള്ളൂ? ഇന്ത്യക്കുള്ളൂ. ബാക്കി 80% ആർക്കാ പോകുന്നത്? പാകിസ്ഥാനാണ് പോകുന്നത്. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന സിന്ധു നദിയുടെ കരാറാണ്, സിന്ധു നദീജല കരാറാണ് ഇന്ത്യ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കരാറു പ്രകാരം പാകിസ്ഥാൻ അവകാശമുള്ള നദികളാണ് സിന്ധു, ഝലം, ചിനാബ് എന്നിവ. സിന്ധു, ഝലം, ചിനാബ് എന്നിവ. ഇവയിലെ വെള്ളം ആർക്കാണ് അവകാശമുള്ളത്? പാകിസ്ഥാനാണ് അവകാശമുള്ളത്. സത്ലജ്, ബിയാസ്, രവി ആണെങ്കിൽ ഇന്ത്യക്കാണ് അവകാശമുള്ളത്. സെറ്റാണോ? സിന്ധു നദീജല കരാർ ഇപ്പൊ തന്നെ പഠിച്ചോ? ഓക്കെ, പഹൽഗാം ഭീകര ആക്രമണവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക, റിവൈസ് ചെയ്തോളാം. നോട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ റിവൈസ് ചെയ്തോളാം. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിനകത്തെ ക്ലാസ് ഒന്നുകൂടെ ഒന്ന് കാണുക, നോട്ട് എടുത്ത് ഒന്ന് റിവിഷൻ അടിക്കാം. ഓക്കെ, അപ്പൊ ഒരു ടോപ്പിക് കഴിഞ്ഞു. സിന്ധു നദീജല കരാറാണ് നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക്. അതിനകത്ത് എല്ലാ പോയിന്റും കിട്ടിയല്ലോ. ഇനി അടുത്ത ടോപ്പിക്കാണ് വള്ളംകളി. PSC എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് വള്ളംകളി. വള്ളംകളികളും അവ നടക്കുന്ന കായലുകളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി പണ്ടുകാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ഏത് കായലിലാണ് നടക്കുന്നത്? പുന്നമട കായൽ. ആലപ്പുഴയിലെ പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. പ്രസിഡന്റ്സ് ട്രോഫി ആണെങ്കിൽ കൊല്ലത്തേക്ക് വരൂ, ആലപ്പുഴയിൽ നിന്നും ബോട്ട് കയറി കൊല്ലത്തേക്ക് ഒന്ന് വന്നേ. അഷ്ടമുടി കായൽ, അഷ്ടമുടി കായലിലാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പൊ നെഹ്റു ട്രോഫി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി പുന്നമട കായലിലും പ്രസിഡന്റ്സ് ട്രോഫി അഷ്ടമുടി കായലിലുമാണെന്ന് കിട്ടിയല്ലോ. പൊന്നാനി വള്ളംകളി നടക്കുന്നത് BM കായലിലാണ്. പൊന്നാനി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? BM കായൽ. ഓർക്കുക. അയ്യങ്കാളി ട്രോഫി നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വരൂ. തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി കായലല്ലേ? കേരളത്തിന്റെ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ ശാസ്താംകോട്ട കായലാണ്, കൊല്ലം ജില്ല. ഇനി കേരളത്തിന്റെ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ചോദിച്ചാൽ വെള്ളായണി കായൽ. ഈ വെള്ളായണി കായലിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത്. എങ്ങനെ ഓർക്കാം? അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂർ. അപ്പൊ വെങ്ങാനൂർ, വെള്ളായണി എല്ലാവരും വേ ബന്ധമാണ്. വെങ്ങാനൂർ, വെള്ളായണി. ഓക്കെ, അപ്പൊ നെഹ്റു ട്രോഫി പുന്നമട കായൽ, പ്രസിഡന്റ്സ് ട്രോഫി അഷ്ടമുടി കായൽ, പൊന്നാനി വള്ളംകളി BM കായൽ, അയ്യങ്കാളി, വെള്ളായണി. കഴിഞ്ഞിട്ടില്ല, ഇനി 1-2 വള്ളംകളിയും കൂടെ വരുന്നുണ്ട്. ശ്രീനാരായണ ട്രോഫി എവിടെയാ നടക്കുന്നത്? കന്നേറ്റി കായലിലാണ് നടക്കുന്നത്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? കന്നേറ്റി കായൽ. അങ്ങനെയെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ശ്രീനാരായണ ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? താഴെ കമന്റ് ചെയ്യാമോ? അടുത്തത് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പുളിങ്കുന്നാണ് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊച്ചി കായലിലുമാണ്. കൊച്ചി കായലിലാണ് ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത്. രാജീവ് ഗാന്ധി ആണെങ്കിൽ പുളിങ്കുന്ന്, ശ്രീനാരായണ ട്രോഫി വള്ളംകളി ആണെങ്കിൽ കന്നേറ്റി കായൽ. ശ്രീനാരായണ ജയന്തി വള്ളംകളി എവിടെ നടക്കുന്നത്? താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ ഇത്രയും കായലുകളും വള്ളംകളിയും കിട്ടിയല്ലോ. അപ്പൊ അയ്യങ്കാളി വെങ്ങാനൂർ, വെള്ളായണി, രാജീവ് ഗാന്ധി പുളിങ്കുന്ന്, രാജീവ് പുളി കഴിച്ചു, രാജീവ് പുളിങ്കുന്ന്, ഇന്ദിരാഗാന്ധി കൊച്ചി, ശ്രീനാരായണ ട്രോഫി കന്നേറ്റി കായൽ. ഓക്കെ, അടുത്ത ടോപ്പിക് നമ്മുടെ വിഷു ഓഫറിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. അടുത്തത് കുറച്ച് ഈ വിശേഷങ്ങളാണ്. ഈ കോടതി, ഈ ടോയ്ലറ്റ്, ഈ സാക്ഷരത, ഈ ഡിസ്ട്രിക്ട്, ആ വക വിവരങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ ഈ കോടതി കോഴിക്കോട്, ഇലക്ട്രോണിക് എന്ന അർത്ഥത്തിലാണ് ഈ കോടതി എവിടെയാണ്? കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ ഈ കോടതി സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ ഈ ടോയ്ലറ്റും എവിടെയാണ്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഈ ടോയ്ലറ്റും എവിടെയാണ്? കോഴിക്കോട്.
ഈ സാക്ഷരതാ നഗരവും കോഴിക്കോട്. അപ്പൊ 3 ഈ കോഴിക്കോടാണ്. ഈ കോടതി, ഈ ടോയ്ലറ്റ്, ഈ സാക്ഷരതാ നഗരം. ഈ കോടതി, ഈ ടോയ്ലറ്റ്, ഈ സാക്ഷരതാ നഗരം എവിടെയാണ്? കോഴിക്കോട്. ഇനി കേരളത്തിലെ ആദ്യ ഈ ഡിസ്ട്രിക്ട് ഏതാന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടല്ല, എറണാകുളം. എറണാകുളമാണ് കേരളത്തിലെ ആദ്യത്തെ ഈ ഡിസ്ട്രിക്ട്. അപ്പൊ ഈ കോടതി, ഈ ടോയ്ലറ്റ്, ഈ സാക്ഷരത കോഴിക്കോട്, ഈ ഡിസ്ട്രിക്ട് ആണെങ്കിൽ എറണാകുളം. കിട്ടിയല്ലോ. ഇനി അടുത്ത പോയിന്റ്, തുരുത്തിക്കരയുടെ 2 ഫാക്ട് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഈ വേസ്റ്റ് രഹിത, കേരളത്തിലെ ആദ്യ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമം ഏതാണ്? തുരുത്തിക്കര. ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമമാണ്. ഇനി ഒരു പോയിന്റ് ഉണ്ടല്ലോ, കേരളത്തിലെ ആദ്യത്തെ ഫിലമെന്റ് രഹിത ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ അത് പീലിക്കോടാണ്. കാസർഗോഡ് ജില്ലയിലെ പീലിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലമെന്റ് രഹിത ഗ്രാമം അല്ലെങ്കിൽ ഫിലമെന്റ് വിമുക്ത ഗ്രാമം. ഇത് കേരളത്തിലെ ആദ്യ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമമാണ് തുരുത്തിക്കര. കേരളത്തിലെ ആദ്യ ഇ വേസ്റ്റ് രഹിത ഗ്രാമവും ഏത് തന്നെയാണ്? തുരുത്തിക്കര. തുരത്തി ഓടിച്ചു, ഈ വേസ്റ്റിനെയും ഫിലമെന്റ് ബൾബിനെയും തുരത്തി ഓടിച്ചതാണ് തുരുത്തിക്കര. ഗ്രാമമാണ് തുരുത്തിക്കര. ഓക്കെ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഈ പോർട്ട് ഏതാണ്? കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഈ പോർട്ട് ഏതാണ്? കൊച്ചിയാണ്. കേരളത്തിലെ ആദ്യ ഇ പേയ്മെന്റ് പഞ്ചായത്ത്, PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മഞ്ചേശ്വരമാണ് കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. കിട്ടിയല്ലോ. അപ്പൊ കുറച്ച് ഈ വിശേഷങ്ങൾ, ഈ കോടതി, ഈ ടോയ്ലറ്റ്, ഈ സാക്ഷരത, ഈ ഡിസ്ട്രിക്ട്, ഈ വേസ്റ്റ്, ഫിലമെന്റ് ബൾബ് വിമുക്തം, ഈ പോർട്ട്, ഈ പേയ്മെന്റ് പഞ്ചായത്ത്. കിട്ടിയല്ലോ. അടുത്തതിലേക്ക് പോകാം. അടുത്തത് കുറച്ച് ആദ്യ വിശേഷങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏത്? അതും കോഴിക്കോട് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം കോഴിക്കോട്. ഇനി പുകയില വിമുക്ത അല്ലെങ്കിൽ പുകയില രഹിത ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ കൂളിമാടാണ് കേരളത്തിലെ ആദ്യത്തെ പുകയില രഹിത ഗ്രാമം. പുകയില വിമുക്ത നഗരം കോഴിക്കോട്, പുകയില രഹിത ഗ്രാമം കൂളിമാട്. ഇനി കേരളത്തിലെ ആദ്യ കോള വിമുക്ത ഗ്രാമം ഏതാണ്? കുറ്റിയാടി. കോള കുടിച്ച ഒറ്റയടി കിട്ടും. കുറ്റിയാടി എന്ന് ഓർത്താൽ മതി. കോള വിമുക്ത ഗ്രാമം ഏതാണ്? കുറ്റിയാടി. ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോട്, ആദ്യ പുകയില രഹിത ഗ്രാമം കൂളിമാട്, ആദ്യ കോള വിമുക്ത ഗ്രാമം ഏതാണ്? കുറ്റിയാടി. ഇനി പ്ലാസ്റ്റിക് വിമുക്ത ജില്ല ഏതാണ്? അതും കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട്. അപ്പൊ പുകയില വിമുക്തവും പ്ലാസ്റ്റിക് വിമുക്തവും ഏത് തന്നെ? കോഴിക്കോടാണ്. ഇനി കോള വിമുക്ത ജില്ല ചോദിച്ചാലും കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് പ്ലാസ്റ്റിക് വിമുക്തം, കോള വിമുക്തം, പുകയില വിമുക്തം. പ്ലാസ്റ്റിക് വിമുക്തം, കോള വിമുക്തം, പുകയില വിമുക്തം. ഇനി PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വിശപ്പ് രഹിത നഗരം, ഹങ്കർ ഫ്രീ സിറ്റി ഏത്? ഇന്ത്യയിലെ ആദ്യ വിശപ്പ് രഹിത നഗരമാണ് കോഴിക്കോട്. ചവറ് രഹിത നഗരമാണ് കോഴിക്കോട്. അപ്പൊ കോഴിക്കോടിന് എന്തെല്ലാം പ്രത്യേകതയുണ്ട്? ആദ്യത്തെ ചവറ് രഹിതം, ആദ്യ വിശപ്പ് രഹിതം, ആദ്യ കോള വിമുക്തം, ആദ്യ പ്ലാസ്റ്റിക് വിമുക്തം, ആദ്യ പുകയില വിമുക്തം. ഓക്കെ, ഇതെല്ലാം ഏതാണ്? കോഴിക്കോടാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾക്കും ഉത്തരം കോഴിക്കോട്. ആദ്യ പുകയില രഹിത ഗ്രാമം കൂളിമാട്, കോള വിമുക്ത ഗ്രാമം ചോദിച്ചാൽ കുറ്റിയാടി. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ നമ്മളെ കുറച്ച് ഈ വിശേഷങ്ങൾ നോക്കി, ആദ്യത്തെ വിമുക്തമായ കുറച്ച് ഫാക്ട്സ് നോക്കി. ഇനി പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളാണ്. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് മാറിയും തിരിച്ചും PSC എപ്പോഴും ചോദിക്കാറുണ്ട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം 1975. 1975 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത്. തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷം, ഒന്ന് ബാക്കിലേക്ക് പോയേ, 1887. 1887 തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്നത്. കേരള വനനിയമം നിലവിൽ വന്ന വർഷം ഏതാ? 1961 കേരള വനനിയമം നിലവിൽ വന്നത്. മദ്രാസ് വനനിയമം അഥവാ മദ്രാസ് ഫോറസ്റ്റ് നിയമവും ഒന്ന് ബാക്കിലേക്ക് പോകും. മദ്രാസ് 1882. അപ്പൊ തിരുവിതാംകൂർ 1887. അതിനു മുന്നേ മദ്രാസിൽ വന്നു 1882. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത്.
കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് എന്നാ 98-ലാണ് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത്. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, ബയോഡൈവേഴ്സിറ്റി ബോർഡ് രൂപീകരിച്ചത് 2005-ലാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ചത്. അപ്പൊ കേരള വനവൽക്കരണ പദ്ധതി 1998, കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986, മദ്രാസ് ഫോറസ്റ്റ് 1882, തിരുവിതാംകൂർ വന നിയമം 1887, കേരള വന നിയമം 1961, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 1975. ഓക്കെ, അപ്പോ ഇത്രയും ഫാക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 5 ഹോട്ട് ടോപ്പിക്സ് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചല്ലോ. അതാണ് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇതിന്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ കമന്റിന്റെ എണ്ണം നോക്കി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തന്നാൽ മതിയല്ലോ. അപ്പൊ ആവശ്യക്കാർ പറഞ്ഞോളാം. നമ്മുടെ ഹർഷിതം എജുടെക്കിന്റെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ട് തന്നേക്കാം. അപ്പൊ നമ്മുടെ ഹർഷിതം എജുടെക് ആപ്പിൽ വിഷു ഓഫറിന്റെ കാര്യം മറക്കണ്ട. വിഷു എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഓഫ് കിട്ടും. ഓഫർ ഏപ്രിൽ 15 മിഡ്നൈറ്റ് വരെ മാത്രമേ ഉള്ളൂ. ഓക്കെ, എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.